نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും സന്തോഷം നൽകുന്നതാണെങ്കിലും സന്താപം നൽകുന്നതാണെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലയിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസം ഒന്നുകൂടി ദൃഢീകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം സങ്കടകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഞാൻ ഊതിവെച്ച ആയത്തിലെ മുഴുവൻ സംഗതികളും ഒന്നിച്ച് ഒരു നാട് അനുഭവിക്കുക. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. എല്ലാമുണ്ട്. ശാരീരികമായി നഷ്ടം, മരണങ്ങൾ, സാമ്പത്തിക നഷ്ടം, കൃഷിനഷ്ടം എല്ലാം കൂടെ ഒന്നിച്ചനുഭവിക്കുന്ന ഒരു നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ നേരിടുന്നു നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സുമായി ഞാനും നിങ്ങളും എത്തിച്ചേരുമ്പോൾ ചില സംഗതികളൊക്കെ ഇത്തരുണത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുമെന്നതുകൊണ്ട് നിങ്ങൾ ഉണർത്തുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവന്റെ തുടിപ്പിട്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അലം നജഅലിൽ അർള മിഹാദ, നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾക്ക് താമസിക്കാൻ പരുവത്തിന്, നിങ്ങൾക്ക് അധിവസിക്കാവുന്ന രൂപത്തിൽ ഇതിനെ പാകപ്പെടുത്തുകയും സംവിധാനിക്കുകയും ചെയ്തു അല്ലാഹു. നിങ്ങൾ പോയി നോക്കിയ ഗ്രഹങ്ങൾ വേറെയുണ്ട്. അവിടെയൊന്നും ജീവന്റെ തുടിപ്പ് കാണാൻ നിങ്ങൾക്ക് തന്നെ ആയിട്ടില്ലല്ലോ. ഇപ്പം നമുക്കങ്ങനെ പറയാം. പഴയത് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഈ ആയത്തിനർത്ഥം ആളുകൾക്ക് മനസ്സിലാവില്ല. ചന്ദ്രനിൽ ആളുകൾ പോയി നോക്കി, ജീവിക്കാൻ സാധ്യമല്ല. ചൊവ്വയിൽ അന്വേഷണം നടത്തി, സാധ്യമല്ല. ഭൂമിയിൽ മനുഷ്യന്മാർക്ക് വേണ്ടി ഇതൊരു മിഹാദാക്കി, ഒരു തൊട്ടിലാക്കി താമസിക്കാൻ ഒരു കുഞ്ഞിനൊരു തൊട്ടിൽ എങ്ങനെയാണോ അതുപോലെ അള്ളാഹു സംവിധാനിച്ചു. അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിക്ക് മുകളിൽ അതിൻ്റെ ചലനങ്ങളൊന്നും പ്രതികൂലമായി ബാധിക്കാതെ, നമ്മൾ അറിയുക പോലും ചെയ്യാതെ എത്ര സുന്ദരമായി നമ്മൾ ജീവിച്ചു പോകുന്നു. അള്ളാഹുവിൻ്റെ ഈ അപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് വിശ്വാസികളായ ആളുകളും അവിശ്വാസികളായ ആളുകളും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളും ഒരുപോലെ മറന്നുപോയിരിക്കുന്നു എന്നതാണ് വാസ്തവം. വൽ ജിബാല ഔതാദ,
ആ ഭൂമിയിൽ പർവ്വതങ്ങൾ അള്ളാഹു ആണികളായി നിശ്ചയിക്കുകയും ചെയ്തു. ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോവാതിരിക്കാൻ എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ. ഭൂമി എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഓതേണ്ട ഒരു ആയത്ത്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? പഠനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ വെള്ളമുണ്ടാകും എന്ന് സ്കൂളിൽ പഠിച്ച അറിവ് മാത്രമാണോ ഉള്ളത്? ചോദ്യം അതല്ല. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. മഴമേഘങ്ങളിൽ നിന്ന് അത് താഴേക്ക് പതിപ്പിക്കുന്നത് നിങ്ങളാണോ, അഥവാ നിങ്ങൾക്ക് സാധിക്കുമോ? അം നഹ്നുൽ മുൻസിലൂൻ, നമ്മൾ തന്നെയാണോ അത് പെയ്യിക്കേണ്ടത്? നാം ആ സംവിധാനം ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കതിനെ പുനഃസ്ഥാപിക്കാനാവുമോ എന്ന് കടുത്ത ചോദ്യം അള്ളാഹു ചോദിക്കുന്നു. എന്നിട്ട് ഈ മഴ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, മഴയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ 1% മാത്രമാണ് കുടിക്കാൻ ആവശ്യമായ വെള്ളമുള്ളത്. ബാക്കിയുള്ള അശുദ്ധമായ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന അള്ളാഹുവിന്റെ പ്രക്രിയയാണല്ലോ മഴ. ബാക്കിയൊക്കെ അശുദ്ധജലമാണ്. 99% കുടിക്കാൻ കഴിയുന്നില്ല. മണ്ണിന്റെ മേലടരിൽ വെള്ളത്തെ സൂക്ഷിച്ചു വെച്ച് അതിങ്ങനെ ഒഴുക്കിയിട്ട് അതിൽ നിന്ന് കുടിക്കുവാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു. ശുദ്ധമായ ജലം കുടിക്കണം നിങ്ങൾ. മണ്ണിന്റെ മേലടരിൽ നിന്ന് ഈ മേൽമണ്ണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ മണ്ണ് എന്ന് പറയുന്ന മണമുള്ളത് എന്ന് ആളുകൾ അർത്ഥം പറയുന്ന ഒരു സാധനം, മേൽമണ്ണ്, നമ്മുടെയൊക്കെ പറമ്പിലുള്ള മേൽമണ്ണ് നമുക്ക് സംവിധാനിക്കാൻ കഴിയാത്തതാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിച്ചു വെച്ചതിന്. ഈ മേൽമണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് വനാന്തരങ്ങളിലെ മേൽമണ്ണ് എന്ന് പറയുന്നത് മരങ്ങൾ ഉണങ്ങി ദ്രവിച്ച് വീണ് അതും അതിന്റെ കമ്പുകളും അതിന്റെ തടികളും പിന്നെ ജന്തുക്കൾ ചത്തൊടുങ്ങുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ദ്രവിച്ച് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. കാർബണിന്റെ അംശം ധാരാളമുള്ള ആ സംഗതിയിൽ ഷൂസിട്ട് നടന്നു പോയാൽ ഒരു ഇങ്ങനെ ഷൂസ് താഴ്ന്നു പോകുന്ന രൂപത്തിലുള്ള സ്പോഞ്ചിലൂടെ നടക്കുന്ന അവസ്ഥയുണ്ടാകുന്ന കാടിന്റെ മേൽമണ്ണ്. ആ മേൽമണ്ണ്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽമണ്ണ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി, ഫസലകഹു യനാബിഅ ഫിൽ അർള്, എന്നിട്ട് ഭൂമിയിൽ അതിന്റെ യനാബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒഴുക്കി. അള്ളാഹു ഒരുക്കി വെച്ച നീരൊഴുക്കുകളിലൂടെ ഭൂമിയുടെ അന്തർഭാഗത്തും മുകൾ ഭാഗത്തുമുള്ള ചെറിയ ഒഴുക്കുകളായി അതിനെ രൂപാന്തരപ്പെടുത്തി. എന്നിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ട് വിവിധങ്ങളായ വർണ്ണങ്ങളിലുള്ള ഒരുപാട് കായ്കളും ഫലങ്ങളും നിങ്ങൾക്കുണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ജൈവഗുണം പടർന്നു പന്തലിച്ചത് ഈ മണ്ണിന്റെ ഈ ഒരവസ്ഥയുണ്ടല്ലോ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ നിദാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വല്ലാത്തതാണ്. അത് കാടുകളുടെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ച ഇടതൂർന്ന വനങ്ങൾ അവിടെ മാത്രമല്ല, അവിടെ മാത്രം ജീവിക്കുന്ന ആളുകൾക്കുള്ളതല്ല. നമുക്ക് പറയാമത്. ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി രൂപപ്പെടുത്തിയെടുത്തത് അല്ലാഹു നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. അങ്ങനെ രൂപപ്പെടുത്തിയിട്ടാണ് മനുഷ്യനോട് ഈ കാട്ടിൽ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ട്. കറുത്ത കാട്, മനുഷ്യൻ ആദ്യം പിറന്ന വീട് എന്നിങ്ങനെ ഈണത്തിൽ പാടിയാൽ പോരാ. കാടും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അത് നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ കാട് ഇങ്ങനെ നിലനിൽക്കുമ്പോ നിങ്ങൾക്കറിയുമോ, മഴമേഘങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് നമ്മുടെ തലക്ക് മുകളിലൂടെ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോ നമ്മളിങ്ങനെ നോക്കും. ഈ മഴമേഘങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് പൂമ്പൊടിക്ക് മാത്രമാണത്രേ. ആണ്ടിൽ 365 ദിവസവും പൂത്തു നിൽക്കുന്ന കാടുകൾ ഉണ്ടായിരുന്നു ലക്കിടിയിലും വൈത്തിരിയിലും മേപ്പാടിയിലുമൊക്കെ. ആണ്ടിൽ 365 ദിവസവും പൂത്തു നിൽക്കുന്ന കാടുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ കാടുകൾ ആകർഷിച്ച് വിളിച്ചു കൊണ്ടുവന്ന് പെയ്യിച്ച മഴ പെയ്യുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ 2ാം സ്ഥാനത്ത് നിന്നിരുന്നു ഈ പ്രദേശം എന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം.
ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിൽ 2ാം സ്ഥാനത്തായിരുന്നു ലക്കിടിയും വൈത്തിരിയും മേപ്പാടിയും അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള കരുവാരക്കുണ്ടും ഈ പ്രദേശങ്ങളുമൊക്കെ. എന്നാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഈ മഴ ആ കാടുകളിൽ ഒരു വല്ലാത്ത കുടയായി മേൽക്കൂരയായി നിൽക്കുന്ന അതിന്റെ കാടിന്റെ മേൽഭാഗമുണ്ട്. ആ മേൽഭാഗം എത്ര ശക്തമായി പെയ്താലും അതിനെ താങ്ങാനുള്ള കരുത്തുള്ളതായിരുന്നു. പരസ്പരം ഇങ്ങനെ കോർത്തുപിടിച്ച ശാഖോപശാഖകൾ പരസ്പരം കോർത്തുപിടിച്ച ഒരു കനത്ത മഴ കൊണ്ടും ഉലഞ്ഞു പോകാത്ത രൂപത്തിൽ അതിങ്ങനെ ഭദ്രമായ ഒരു പന്തലായി ഒരു മേൽക്കൂരയായി നിന്ന് അതിനെ സ്വീകരിക്കും. എന്നിട്ട് ശാഖകളിലേക്ക് കൈമാറി ശാഖകൾ തടിമരത്തിലൂടെ താഴേക്കിറക്കിയിട്ട് ഈ പറയുന്ന സ്പോഞ്ച് പോലെയുള്ള മണ്ണിലേക്ക് അതിന് കൊടുക്കും. എന്നിട്ട് അത് ആ സ്പോഞ്ച് പോലെയുള്ള ഭൂമി എത്ര കനത്ത മഴയാണെങ്കിലും അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അതവിടെ സംഭരിച്ചു വെക്കും. അങ്ങനെ സംഭരിച്ചു വെച്ചിട്ട് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോത്തുകല്ല്, മുണ്ടേരി, നിലമ്പൂര്, എടവണ്ണ, അരീക്കോട്, വാഴക്കാട്, ഫറോക്ക് പോലുള്ള പ്രദേശങ്ങളിലൂടെ കടന്നുപോയി ആളുകൾക്ക് സേവനങ്ങൾ നൽകിക്കൊണ്ട്, അവിടെയുള്ള കൃഷിക്കാർക്ക് ജലം നൽകിക്കൊണ്ട്, ജലസേചനത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ബാക്കിയുള്ളത് അറബിക്കടലിൽ പതിക്കും. ഈ സംവിധാനം ആരുണ്ടാക്കിയതാണ്? മേപ്പാടിയിൽ പെയ്യുന്ന മഴ മേപ്പാടിക്കാരൻ്റെത് മാത്രമല്ല, വൈത്തിരിയിലും ലിക്കിടിയിലും പെയ്യുന്ന മഴ അവരുടേത് മാത്രമല്ല, നമ്മുടേത് കൂടിയാണ്. ഈ പറയുന്ന പ്രദേശത്തിൽ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ സംവിധാനം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർള്. ഇതാണ് അല്ലാഹു വെച്ച സംവിധാനം. അത് ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. ഭൂമിയിൽ നിങ്ങളെ ഉണ്ടാക്കി. ഈ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. ഫസ്തഅമറകും, നിങ്ങളെ അവിടെ അധിവസിപ്പിച്ചു. ആ അധിവസിപ്പിച്ചത് ആ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാനല്ല. ആ ആയത്തിന്റെ ബാക്കിൽ എന്തുകൊണ്ടായിരിക്കും അല്ലാഹു അടുത്ത വാക്ക് ഇങ്ങനെയാക്കിയത്? ഫസ്തഗ്ഫിറൂഹു, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും പറയാതെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപം നടത്തണം കേട്ടോ. നിർത്തിയില്ല. സുമ്മ തൂബൂ ഇലൈഹി, മതിയാവുകയില്ല, നിങ്ങൾ തൗബ ചെയ്യേണ്ടി വരും. ഈ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ നമ്മൾക്ക് പറ്റുന്ന തെറ്റെന്തോ ഉണ്ട് എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ തൗബ ചെയ്യേണ്ടി വരും. ഇന്ന റബ്ബി ഖരീബും മുജീബ്. ആ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മോട് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അല്ലാഹു നല്ല രൂപത്തിൽ അതിനെ സംവിധാനിച്ചിട്ടുണ്ട്, വ്യവസ്ഥപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സുന്ദരമായ വ്യവസ്ഥയെ നിങ്ങൾ അവ്യവസ്ഥയാക്കി മാറ്റരുത്. നിങ്ങളുടെ വകയുള്ള ഒരു അവ്യവസ്ഥ ഉണ്ടാക്കരുത്. അവിടെയും അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് അപേക്ഷിക്കണം. ഖൗഫൻ, പേടിച്ചുകൊണ്ട്. ചില സന്ദർഭങ്ങളിൽ പേടിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടിയും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 2 ഘട്ടങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ കാരുണ്യം മുഹ്സിനുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തുണ്ട്. മുഹ്സിനുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്സാൻ ചെയ്യുന്ന ആൾക്കാണ് മുഹ്സിൻ എന്ന് പറയുക. അത് മറ്റൊരു വിഷയ പരത്തി പറയേണ്ട. എന്താണ് സംഭവിച്ചത്? ഈ ആയത്ത് ചർച്ചക്കെടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരനാണ് വയനാട്ടിലേക്ക് കയറിപ്പോയത്. അവർ തോട്ടങ്ങൾ നിർമ്മിക്കാൻ എത്തിയപ്പോ ബ്രിട്ടീഷുകാരൻ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവര് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്, നിലമ്പൂരിൽ അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് കയറിയാലും കാണുന്നത് ഏകജാലക സംവിധാനത്താണ്, കൃഷി സംവിധാനമാണ്. അത് തേക്കായാലും, അത് റബ്ബറായാലും, അത് തേയിലയായാലും, അത് മറ്റെന്തായാലും ശരി, ഇഞ്ചിയായാലും കാപ്പിയായാലും എന്തായാലും അത് വനമാവുകയില്ല ഒരിക്കലും. ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവം അതിനുണ്ടാവുകയില്ല. ഇവരാണ് ആദ്യം തുടങ്ങിയത്. അതുകൊണ്ട് കാട്ടിൽ ആദ്യം വളർന്ന മരങ്ങളൊക്കെ ആ മരങ്ങൾ വെട്ടിമുറിച്ചു ആദ്യം. അതൊരു എന്താ പറയുക,
വളരെയേറെ ഹരമായിരുന്നു അന്ന്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ കേട്ടിരുന്ന ഒരു വലിയ സംഭവമാണ് ഈ കൂപ്പും അതുപോലെയുള്ള അവിടെയുള്ള മരം മുറിയും അതുപോലെയുള്ള സംവിധാനങ്ങളും അതിൻ്റെ കടത്തലും അതിൻ്റെ അത്ഭുത കഥകളൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ ചായത്തോട്ടങ്ങൾ വന്നു. ഈ ജാലക കൃഷി സംവിധാനം കാട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതെയാക്കി. ശരിയല്ലേ? ഇതൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറയുന്ന വർത്തമാനങ്ങളൊക്കെയും അവിടേക്ക് മാത്രം ബാധകമല്ല. ആദിവാസികൾ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം കാട് സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ പോയി നോക്കൂ നിങ്ങൾ. മരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നവർക്കറിയാം, അവർക്കതിനാവശ്യവുമുണ്ട്. കാട്ടിലുള്ള പയവർഗ്ഗങ്ങൾ മരത്തിൽ നിന്ന് പഴുത്തു വീണാലല്ലാതെ അവർ ആഹരിക്കുകയില്ല. അവർ മരത്തിന്റെ കൊമ്പുകൾ വീണ് താഴെത്തിയാലല്ലാതെ വിറകായി ഉപയോഗിക്കുകയില്ല. അവർക്ക് അത്രക്ക് മതി, നമുക്കത്ര പോരാ എന്ന് നിങ്ങളുടെ മനസ്സ് മറുപടി പറയുന്നുണ്ടാകും. അപ്പൊ അതിൻ്റെ പിന്നിലുള്ള സംഗതി വേറെന്തോ ആണ്. അവരുടെ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്. മരങ്ങളിൽ പഴങ്ങൾ പഴുക്കുമ്പോൾ ആണ് അത് ഉപയോഗിക്കേണ്ടത് എന്നവർക്കറിയാം. പിന്നെ നമ്മൾ കയറി ചെന്നു താഴെ നിന്ന്, എന്നിട്ട് ഈ പുഴകൾക്ക് തടയിണയിട്ടു. അങ്ങനെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? അവിടെയുള്ള കാടുകൾ നശിക്കാൻ തുടങ്ങി. തടയിനിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നു, പുഴയിൽ ഒഴുക്കില്ലാതെ വന്നു. മഴക്കാലത്തും വേനൽക്കാലത്തിനും മണ്ണ് രണ്ട് രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾ പരിശോധിക്കണം അത്. വേനൽക്കാലത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ പറമ്പിലുള്ള മണ്ണ് പോലും ഒരു വലിയ കുറ്റിയൊഴുക്കുള്ള മലവെള്ളപ്പാച്ചിലിനെ തടുത്തു നിർത്താനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിനാണ് വേനലിൽ ഇടയ്ക്കൊരു മഴ പെയ്യുന്നത്. വേനലിൽ ഒരു മഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിൽ വളരെ പെട്ടെന്ന് രൂപപ്പെട്ടു വരുന്ന വള്ളിപ്പുല്ല് എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. വള്ളിപ്പുല്ലും വള്ളികളും അതൊന്ന് പറിച്ചു നോക്കൂ നിങ്ങൾ കൈകൊണ്ട്. ഒരുതരം കരച്ചിൽ കേൾക്കാം, അരുതേ എന്ന കരച്ചിൽ. പറിക്കരുതടോ, പറിക്കരുതെന്നെ. ഞാൻ എൻ്റെ ഈ ഭൂമിയിൽ മണ്ണൊലിച്ചു പോവാതിരിക്കാനുള്ള ദൈവികമായ സംവിധാനമാണ്, തകർക്കരുത് എന്ന് കരയുന്നത് കേൾക്കാം. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തേക്ക് പോലെയുള്ള മരങ്ങൾ പറമ്പിലുള്ളവർ പോയി നോക്കുക. അപ്പോഴാണ് അവർ ഇലവൊഴിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ടാകും. അത് അടിച്ചുവാരി കൂട്ടി കത്തിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിനെ രണ്ട് രൂപത്തിൽ പെരുമാറാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സംവിധാനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രതിഭാസങ്ങളുണ്ട്. ഈ പ്രതിഭാസങ്ങൾ വേനൽക്കാലത്ത് മഴയെ തടുക്കാൻ കാട്ടിലെ ഇത്തരം മണ്ണുകൾക്ക് സാധിക്കാതെ പോകുന്ന പശ്ചാത്തലമുണ്ട്. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ലാറ്ററൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മണ്ണാണ്. ബ്ലാക്ക് ലാറ്ററൈറ്റിന്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അത് കാഠിന്യം വളരെ കുറവാണ്, മൃദുവാണ്. അതുകൊണ്ട് വെള്ളം ധാരാളം സ്വീകരിക്കുന്ന ആ സ്വഭാവമുള്ള അധികമായാൽ അത് പെട്ടെന്ന് പുറന്തള്ളും. അതുകൊണ്ട് കനത്ത മഴയിൽ ഇങ്ങനെ കുതിർന്നു നിൽക്കുമ്പോൾ നമ്മൾ ചായയിൽ ബന്ന് മുക്കിയാൽ എങ്ങനെയുണ്ടാകും? ആ പരുവത്തിലേക്ക് അത് മാറും, ദുർബലമായി പോകും. ആ ദുർബലമായ മണ്ണുകൾ സൗകര്യം കിട്ടിയാൽ ഒന്നിച്ച് താഴേക്ക് വരും. അതാണ് ഈ ഉരുൾപൊട്ടലെന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ താങ്ങി നിർത്തുന്ന, പിടിച്ചു നിർത്തുന്ന ആ മേൽക്കൂരയിൽ നിന്ന് മണ്ണിന് പരിക്ക് പറ്റാതെ ഇതിനെ സ്വീകരിച്ചിരുന്ന മരങ്ങളും ആ മേൽക്കൂര കണക്കെ അതേ ശക്തമായ അവസ്ഥയിൽ താഴ്വേര് പടലങ്ങളായി മണ്ണിൽ ഇങ്ങനെ നമ്മളെ കോൺക്രീറ്റിന് വെല്ലുന്ന ഉറപ്പുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പണ്ടവിടെ. ആ പശ്ചാത്തലം പോയപ്പോ ഇതിനെ പിടിച്ചു നിർത്താൻ ആരുമില്ല. അവർ ഗതിയില്ലാതെ താഴേക്ക് പോരുന്നു. ഗതിയില്ലാതെ വെള്ളത്തോടൊപ്പം താഴേക്ക് ഒഴുകാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ നിർബന്ധിതമായി ഇതിനെ ദുരന്തം എന്ന് വിളിക്കണ്ട, അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോ മറ്റോ പറഞ്ഞോളൂ. അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക നടപടി എന്ന് വ്യാഖ്യാനിച്ചോളൂ. എന്തായാലും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ എന്ന ആയത്തിന്റെ വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായത്തിൽ സൂറത്തുർ റൂമിൽ 41-ൽ
മനുഷ്യനുണ്ടാക്കിയ അവ്യവസ്ഥ കാരണം ഭൂമി തകരാറിലായി പോയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടക്ക് അവർ തിരിച്ചു വരാൻ, ഈ മണ്ടത്തരത്തിൽ നിന്നും തിരിച്ചു പോരാൻ ഇടയ്ക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായേൽ 59 വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ഇങ്ങനെ പലപ്പോഴായി അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വീഫിന് വേണ്ടി, ഖൗഫ് എന്ന വാക്ക് നിങ്ങൾക്കറിയാലോ, പരിഭാഷപ്പെടുത്താതെ ഖൗഫ് ഉണ്ടാവാൻ വേണ്ടി, എന്നിട്ടൊന്ന് നന്നാവാൻ വേണ്ടി, എന്നിട്ടൊന്ന് മടങ്ങാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും. ബ്രിട്ടീഷുകാരൻ തുടങ്ങി വെച്ചു. 1960 നമ്മുടെ ഈ കുടിയേറ്റത്തിന് ഗതിവേഗം കൂടി. 1984 ജൂലൈയിൽ കൃത്യം 40 വർഷം മുമ്പ് മറ്റൊരു വൻ ഉരുൾപൊട്ടൽ ഇതേ മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുണ്ട്. 17 ആളുകളാണെന്ന് മരിച്ചത്. അത്ര ആളുകളുള്ളൂ അവിടെ. അത്ര ജനസംഖ്യ ഇതിന്റെ അത്ര അന്ന് ഉണ്ടായിട്ടില്ല. ജനസംഖ്യ കൂടി, സംവിധാനങ്ങൾ കൂടി. 17 ആളുകൾ ആ ദുരന്തത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഏതാണ് ആ കാലം? 1984. ഈ 1984 കൽപ്പറ്റ ഗവൺമെന്റ് NMSM കോളേജിൽ ഡോക്ടർ ആർ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ശക്തമായി വയനാട്ടിലെ പ്രകൃതി ചൂഷണത്തിനെതിരെ സമരം ചെയ്തിരുന്ന ആളുകളുമായി ചേർന്ന് ഒരു വലിയ ശബ്ദമുണ്ടാക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം മാതൃഭൂമി ദിനപത്രത്തിൽ ചൂരൽ മഴയെ സംരക്ഷിക്കണം എന്ന തലക്കെട്ടിൽ 1986 ഏപ്രിൽ 6 പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് വായിക്കാൻ കിട്ടുന്നത്. 1986 84 ഈ ഒരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചെയ്തു. ആ മനുഷ്യനവിടെ കല്ലും സിമന്റും ആദ്യമായി ഇറങ്ങിയപ്പോ അതിനെതിൽ സമരം ചെയ്തിട്ട് പോലീസ് കേസെടുത്ത മനുഷ്യനായി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയിൽ ഈ ലോലമായ പശ്ചിമഘട്ടത്തെക്കുറിച്ച് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ആളുകൾ ചർച്ച ചെയ്യുന്നു. 2011 ഓഗസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇടുക്കി ജില്ലയിൽ 4-ൽ 3 ഭാഗവും, വയനാട്ടിൽ 1.5 ഭാഗവും പശ്ചിമഘട്ടനിരകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞത്. ഈ പ്രദേശങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഗണ്യമായ ഭാഗം വളരെ ലോലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഈ മനുഷ്യൻ അന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ SZ1 ഈ പ്രദേശം വരുന്നത്. വളരെ ലോലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരെ നടത്തിക്കൂടാത്ത പ്രദേശം. പക്ഷേ നമ്മുടെ എല്ലാ ആളുകളും, രാഷ്ട്രീയ പാർട്ടിക്കാർ വ്യത്യാസമില്ലാതെ എതിർത്തു. അവിടുത്തെ രൂപതകൾ നിരാഹാര സത്യാഗ്രഹവും റോഡ് തടയലും പോലും നടത്തി. അങ്ങനെ ആ സംഗതി വെളിച്ചം കാണാതെ പോയി. അദ്ദേഹം സങ്കടപൂർവം പറഞ്ഞു, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുമ്പോൾ യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഒരു 4-5 വർഷം മതിയാകും. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കളവ് പറയുന്നതെന്നും ആരാണ് ഭയപ്പെടുത്തുന്നത് എന്നും. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത് അദ്ദേഹത്തെ ഈ ഇസ്രായേൽ ഏജന്റെന്നോ മറ്റോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ചപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായി. എന്നിട്ടും അവിടെ വലിയ കോറികൾ ഉണ്ടായി. ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ വയനാട്ടിലുള്ളത് ഈ പറയുന്ന പ്രദേശങ്ങളിലാണ്. മരക്കൊള്ളക്കാർ മുറിച്ചു മാറ്റിയ വലിയ മരങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അങ്ങനെ പോകുന്നു. ഏറ്റവും കൂടുതൽ കുറേ പാവങ്ങൾ താമസിക്കുന്ന ഒരു നാട്, ഒരു പ്രദേശം, കുറേ പാവങ്ങൾ താമസിക്കുന്ന. അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുറ്റം കൊണ്ടല്ല, മറ്റ് പണക്കൊതിയന്മാരായ ആളുകൾ വന്ന് ഇടപെടുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഈ അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിന് വിധേയരായി പോയവർ പാവപ്പെട്ട കുറേ ആളുകളാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമുണ്ട് ഈ ഭൂമിക്ക്. പരിസ്ഥിതി പ്രവർത്തകന്മാരായ ആളുകൾ പഠിച്ച് നമ്മളോടത് പറയുന്നുണ്ട്. തീരദേശത്ത് താമസിക്കുന്നു നമ്മൾ. ഈ പ്രദേശങ്ങളിൽ ഇന്ന കാര്യങ്ങൾ പാടില്ല.
എന്ന് പഠിപ്പും വിവരവുമുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് നമ്മൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, നമ്മൾ അതിന് വികസനം എന്ന് ഓമന പേരിടുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇല്ല തഖ്ഫീഫ എന്ന് പറഞ്ഞ പോലെ പ്രതികരണം ഉണ്ടാകുമ്പോൾ അത് സഹിക്കേണ്ടി വരിക അത് ചെയ്യുന്ന ആളുകളായിരിക്കില്ല, മറ്റുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ഈ ആവാസ വ്യവസ്ഥ കേടുകൂടാതെ നിലനിർത്താനും മനുഷ്യനും തമ്മിലും മറ്റിതര ജീവജാലങ്ങൾ തമ്മിലും സസ്യങ്ങൾ തമ്മിലും മരങ്ങൾ തമ്മിലും കാടുകൾ തമ്മിലും പരിസ്ഥിതികൾ തമ്മിലും ഇണങ്ങി ജീവിച്ചു പോവാനും അവർ പരസ്പരം താങ്ങും തണലുമായി വർത്തിക്കുവാനുമുള്ള നിയമങ്ങളാണ് കൂട്ടരെ ശരീഅത്തിൽ അധിക ഭാഗവും. വൈയക്തികമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമല്ല, വൈയക്തികളുമായി നാം ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമല്ല ശരീഅത്തിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ശരീഅത്തിന്റെ വിശാലമായ ഏരിയ പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മറികടന്നു പോവാനും സാധിക്കുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിടാൻ മനുഷ്യനെ സജ്ജമാക്കുന്നത് മതം മാത്രമാണ്. ഇപ്പോഴും മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ദൈവമെതിരെ എവിടെ എന്ന് ചോദിക്കുന്ന വിവരദോഷികളുണ്ട്. വിവരദോഷികൾ തന്നെയാണവർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നന്നായി പ്രതികരിക്കുന്നത് എന്ന് നോക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് മരണവും ജനനവും ഒക്കെ ഉണ്ടാക്കിയത്. നമുക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയുമോ? മരണം എന്ന് പറയുന്നത് ആർക്കാണ് ഇഷ്ടമുള്ളത്? വിശ്വാസം സമ്പൂർണതയിലെത്തിയ ആളുകൾ മരണത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അല്ലാത്ത ആളുകളോട് ചോദിക്കാതെ നമുക്ക് മരണത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല. പക്ഷേ ജനനം പോലും സങ്കടകരമായ വേദനാജനകമായ അവസ്ഥയിലൂടെയല്ലേ സംഭവിക്കുന്നത്? പ്രസവം വേണ്ടെന്ന് വെക്കുകയോ? ഭൗതിക സംവിധാനങ്ങൾക്ക് ഏത് സംവിധാനത്തിനാണ് രോഗത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ളത്? മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന വേദനകളെയും വിഷമങ്ങളെയും ടെൻഷനെയും ആദികളെയും വ്യാധികളെയും തടഞ്ഞു നിർത്താനുള്ള സംവിധാനമുള്ളത്? രോഗങ്ങൾ ഇല്ലാതെയാക്കാനുള്ള സംവിധാനം ഏത് ഭൗതിക സംവിധാനത്തിന്, ഏത് നിരീശ്വരവാദികൾക്കാണ് മുമ്പോട്ട് വെക്കാനാവുക? ഇല്ല. പക്ഷേ ഉൾപ്പുളകത്തോടെ വിശ്വാസികൾ മനസ്സിൽ വെക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു വചനമുണ്ട്. മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. മനുഷ്യൻ അനുഭവിക്കുന്ന രോഗങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, അങ്ങനെ തുടങ്ങി ഹത്ത ശൗകത യുശാഖുഹാ, കാലിൽ ഒരു മുള്ളു തറക്കുമോ വേദനിക്കുമല്ലോ, ആ വേദന പോലും അവൻ അനുഭവിക്കുകയില്ല, അവനിൽ നിന്ന് പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. നമ്മൾ ആശ്വസിക്കുന്നു, വിശ്വാസികളായി ഈ ദുരന്തങ്ങളിലൊക്കെ മരിച്ചു പോകുന്ന ആളുകൾ സ്വർഗലോകത്ത് അത്യുന്നതമായ പദവിയിൽ ഷഹീദിന്റെ ദറജയിലായിരിക്കുമെന്ന് വിശ്വാസികൾക്കാണ് ആശ്വാസമുള്ളത്. വിശ്വാസികളെ മാത്രമാണ് അങ്ങനെ ആശ്വസിപ്പിക്കാനാകുന്നത് എന്നതെങ്കിലും വിശ്വാസമില്ലാത്ത ആളുകൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമ്മൻ ജഅലൽ അർള ഖറാറ, ആരാണ് ഈ ഭൂമിയെ ഇളകാത്ത ഈ അവസ്ഥയിൽ ഖറാറായി നിർത്തിയത്, സുസ്ഥിരമായ സംവിധാനം ഭൂമിക്ക് നൽകിയത്? നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകുന്നില്ല, നിങ്ങൾ ബേജാറാകുന്നില്ല. നിങ്ങൾ ഒരു കപ്പലിൽ ഒരു വഞ്ചിയിൽ ഒന്നപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് നിങ്ങളാകെ ബേജാറാകുന്നില്ലേ? നിങ്ങളൊരു വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ ഇടയ്ക്കൊന്ന് പൈലറ്റിന്റെ അനൗൺസ്മെന്റ് അല്പം ശ്രദ്ധിക്കണം, ഒന്ന് ബെൽറ്റിട്ടോളൂ എന്ന് പറയുമ്പോക്ക് നമ്മൾ ആകെ അകം കാണുന്നില്ലേ? പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അനുഭവിക്കാത്ത രൂപത്തിൽ ഈ ഭൂമിയെ പാകപ്പെടുത്തുന്നത് ആരാണ്? ആ ഭൂമിയിലൂടെ ഒഴുകുന്ന ഈ അരുവികളും പുഴകളും ഒക്കെ സംവിധാനിച്ചു വെച്ചത് ആരാണ്? ആ ഭൂമിയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വനങ്ങളുള്ള കാടുകളുള്ള പർവ്വതങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? കടലുകളിൽ പരസ്പരം ലയിച്ചു ചേരാതെ കൂടിക്കലരാതെ ഉപ്പ് ജലവും അതുപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ളവും രണ്ടും ഇടകലരാതെ സംവിധാനിച്ചു വെച്ചവൻ ആരാണ്? ഇലാഹും അല്ലാഹ്. നിങ്ങൾക്ക് ഇതൊക്കെ സംവിധാനിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അല്ലാതെ ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി തേടാൻ അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ?
ഈ സംവിധാനങ്ങളിലൊക്കെ തകരാറുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒന്ന് ശരിപ്പെടുത്തരണമേ എന്ന് പറയാൻ നിങ്ങൾക്കാരെങ്കിലും ഉണ്ടോ? അല്ലാഹുവല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ബൽ അക്സറുഹും ലാ യഅലമൂൻ. പക്ഷെ അധികം ആളുകളും അതൊന്നും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന സംഗതികളൊക്കെ നന്നായി പഠിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെയും നാം ജീവിക്കുന്ന ഈ ഭൂമിയെയും ഒക്കെ സംവിധാനിച്ചു വെച്ചതിനെ കുറിച്ചും പഠിക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അതൊക്കെ ഒരു നല്ല രൂപത്തിലാണ് ഇപ്പോഴുള്ളത്, അതിനെ കേടുവരുത്തരുത്. അതിനെ കേടുവരുത്തുമ്പം അതിന് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും, അത് മറ്റെന്തെങ്കിലുമൊക്കെയായി മാറും. അവിടെ നിങ്ങൾ അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് കരുതുക. എന്നിട്ട് ബാക്കിയുള്ളവർ, ഈ സംഭവം എവിടെയാണോ നടക്കുന്നത് അവർ മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞ് സങ്കടപ്പെടുന്ന മുഴുവൻ ആളുകളും സങ്കടം മാത്രം പോരാ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത്, ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെയും സഹോദരികളെയും, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ് എന്ന ബോധത്തോടു കൂടി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഗൗരവത്തോടെ ഉണർത്തുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ പാവങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ്. നിങ്ങളിപ്പോൾ 24 മണിക്കൂറും ടി വിക്ക് മുമ്പിൽ ഇരുന്ന് ഈ കഥ കേൾക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, കാണുന്നുമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരിങ്ങനെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്ന് വയനാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്തവർ വയനാട് കയറലാണ്. അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവം. നിവൃത്തിയില്ലാത്ത ആൾക്കാർ, ഒരു രക്ഷയും നാട്ടിൽ കിട്ടാത്ത ആൾക്കാർ വയനാട്ടിലേക്കാണ് കയറല. എങ്ങനെയെങ്കിലൊക്കെ മണ്ണിനോട് മല്ലിട്ട് ജീവിതം കരുപ്പിടിപ്പിക്കാലോ എന്നാണ് കുട്ടിക്കാലത്തൊക്കെ അവർ പറയുന്നതായി ഞങ്ങൾ കേട്ടത്. അങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ വയനാട്ടിൽ ഇപ്പോഴും ഉള്ളത്. പിന്നെ അവർ കുറച്ചൊക്കെ നമ്മളൊക്കെ പോലെ തന്നെ, താഴെയുള്ള ആൾക്കാരെ പോലെ തന്നെ ഗൾഫിലൊക്കെ പോയി പ്രവാസ ജീവിതമൊക്കെ തുടങ്ങി ഇങ്ങനെ ജീവിതം കരുപ്പിടിപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ, പിന്നെ അവിടെ ബിസിനസ്സിന് വേണ്ടി താഴേന്ന് ഒന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ചല്ല എൻ്റെ വർത്തമാനം. അവർ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബ ഒന്നുകൂടി ഓർക്കുക. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നിങ്ങൾ പരമദരിദ്രരാണ്, നിങ്ങൾ ളാഫാ, നിങ്ങൾക്ക് എന്തറിയാം, അഹങ്കരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈ നിസ്സാരത ബോധ്യപ്പെടുത്തുന്നു ഈ സംഭവങ്ങളൊക്കെയും. ഈ നിസ്സാരത മനുഷ്യൻ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ കണ്ടോ പലരും പ്രതികരിച്ചത്? നിങ്ങൾ കണ്ടോ അത് പോസ്റ്റായി സ്റ്റാറ്റസായി വന്നത്? മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ കാട്ടാനകൾ നന്നായി ഉള്ള സ്ഥലം, അവരുടേതായിരുന്നു ആ നാട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ടാനകൾ മനുഷ്യന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അവർ കൂട്ടമായി ഇറങ്ങിപ്പോകുന്നതും ഒരു സ്വസ്ഥമായ പ്രദേശത്തേക്ക് മാറുന്നതും ഇവർ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടോ മറ്റൊരു രംഗം? നായ്ക്കൾ, അവരതുവരെ എവിടെയായിരുന്നു? സൽക്കാരത്തിന് പോയതൊന്നുമല്ലല്ലോ. അവർ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ശാന്തമായതിന് ശേഷം വന്ന് തിരയുകയാണ്. ഇതായിരുന്നു എൻ്റെ വീട്, എൻ്റെ യജമാനൻ താമസിച്ചിരുന്ന വീട്. അവിടെ ഒന്ന് നോക്കുന്നു, ആരുമില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരല്ലാത്ത നമ്മൾ, ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കപ്പെടുന്ന ഇവർക്കൊക്കെയും പ്രകൃതിയിലെ നമ്മൾ ദുരന്തം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട്. അവർ അത് ചെയ്തു. ഒരു സ്ത്രീ പറഞ്ഞു, ആനെങ്ങനെ വന്നിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് രക്ഷപ്പെടുത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ആ ആന എന്ന് പറയുന്ന ജന്തുവും ഉറങ്ങണ്ട, ഞങ്ങളുടെ കൂടെ രക്ഷപ്പെട്ടോ എന്ന മെസ്സേജ് ആയിരിക്കില്ലേ ആ മുറ്റത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് മറ്റൊരമ്മ പറഞ്ഞത്. എന്ത്?
ഞാൻ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. സുഖമില്ലാത്ത മകളെയും പുറത്താക്കി. എന്റെ പേരക്കിടാവിന്റെ ഒരു വിരൽ മാത്രം എനിക്ക് കിട്ടി. ആ വിരൽ പിടിച്ചു വലിച്ചു പുറത്തിട്ട് ഞങ്ങളിങ്ങനെ ഓടുമ്പോ ഒരു വലിയ കാട്ടുകൊമ്പന്റെ മുമ്പിലാണ് എത്തിയത്. കൈകൂപ്പി യാചിച്ചു ഞങ്ങൾ, അരുതേ എന്ന്. ആ സന്ദർഭത്തിൽ ആ കാട്ടുകൊമ്പന്റെ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സഹജീവികളിൽ നിന്ന് അവർ അവരുടെ മനസ്സിൽ വെച്ച് നമ്മുടെ സഹജീവികളായി കാണുന്നു. നിങ്ങൾക്കറിഞ്ഞില്ലല്ലോ ഈ പറ്റിയ നിങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇങ്ങനെ അകാലത്തിൽ ഇതിൽ പെട്ടുപോയതിലുള്ള അങ്ങേയറ്റത്തെ ആദരാഞ്ജലികളല്ലേ ബാഷ്പാടങ്ങളായി ആ ആനയുടെ 2 കണ്ണുകളിൽ നിന്ന് ചാരിട്ടൊഴുകിയത്. ഇതാണ് അള്ളാഹു സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടികളുടെ പരസ്പരമുള്ള ബന്ധം. ആ ബന്ധം ആ സഹജീവികൾ കാണിക്കുന്നു. അവർ ഒരെണ്ണത്തിന്റെ ആനയുടെ ശവം പോലും തെറ്റിയിട്ടെങ്കിലും ഇതുവരെ കിട്ടിയോ? ഇല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളെ രക്ഷപ്പെടുത്താനുള്ള. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ പലതിന്റെ പേരിലും അഹങ്കരിക്കുന്ന ആളുകളല്ലേ. മനുഷ്യന്റെ ഈ നിസ്സാരത മനുഷ്യന് ബോധ്യപ്പെടുകയും വേണം. അതാണ് ഈ ലോകം. അതിനെക്കുറിച്ച് അള്ളാന്റെ കിതാബ് എന്താ പറഞ്ഞറിയോ? അല്ലദീന ഈ പരസ്പര ബന്ധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ മുറിച്ച് ഓർപ്പെടുത്തി കളയുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, രണ്ടും ഇലാഫത്ത് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധം മാതാപിതാക്കളും മക്കളും മാത്രമുള്ളതല്ല, അയൽവാസികളും തമ്മിലുള്ളത് മാത്രമല്ല, ഒരു മഹല്ലത്തിലും ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ജന്തുക്കളുണ്ടതിൽ, മൃഗങ്ങളുണ്ടതിൽ, നമ്മുടെ സസ്യങ്ങളുണ്ടതിൽ, നമ്മൾ നട്ടുവളർത്തുന്ന മരങ്ങളുണ്ടതിൽ ഒക്കെയുണ്ടതിൽ, പറവകളുണ്ടതിൽ ഒക്കെയുണ്ട്. അതാണ് കൃത്യമായി പഠിക്കേണ്ടത്. അത് ചേർക്കാത്തവരെ കുറിച്ച് അള്ളാന്റെ കിതാബ് അധർമ്മകാരികൾ എന്നാ പറഞ്ഞത്. അവർ തന്നെയാകുന്നു നഷ്ടക്കാരായ ആളുകളും എന്ന്. പ്രിയപ്പെട്ടവരെ, 300 കടന്നു. ഇനിയും പുതിയ വാർത്തകൾ വന്നുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നത്. അതിനിയും കൂടിയേക്കാം. കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ മനുഷ്യജീവനെയും തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ലോകത്തില്ല. പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. രക്ഷപ്പെട്ട ആളുകൾക്ക് കൈത്താങ്ങാവണം. അടിയന്തരമായി ഞാനും നിങ്ങളും ഓരോരുത്തരും കൈത്താങ്ങാവണം. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ നിയന്ത്രിക്കാം, മുണ്ടുമുറുക്കി കൊടുക്കാം. പണം നമ്മുടെ കീശയിലുണ്ട്. ഒരാഴ്ചയിൽ ഫാസ്റ്റ് ഫുഡ് വീട്ടിലേക്ക് വാങ്ങൂല എന്ന് തീരുമാനിച്ചാൽ എത്ര ആയിരങ്ങൾ കൊടുക്കാം നമുക്ക്? ഫാസ്റ്റ് ഫുഡ് വാങ്ങണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. ഡ്രസ് എടുക്കുന്നില്ല ഇനി ഞാൻ ഒരു 3-4 മാസത്തേക്ക് എന്ന് തീരുമാനിച്ചാൽ മതി. വലിയ ആഘോഷ കല്യാണങ്ങൾ ഒന്ന് ചുരുക്കിയാൽ മതി. കൊറോണ കാലത്ത് നമ്മൾ ചെയ്ത പോലെ അങ്ങനെ മുണ്ടു മുറുക്കിയെടുത്തെങ്കിലും ഉള്ളവർ അങ്ങനെയും, ഇല്ലാത്തവർ മുണ്ടു മുറുക്കിയെടുത്തും നന്നായി സഹായിക്കണം. ഈ ആളും ആരവും ഒക്കെ ഒരു 10-15 ദിവസം കൊണ്ട് അടങ്ങും. മീഡിയാസിന് മറ്റെന്തെങ്കിലും ഇഷ്യൂ കിട്ടിയാൽ അവരുടെ ഈ ക്യാമറകൾ അങ്ങോട്ട് പോകും. അർജുനെ കുറിച്ച് വർത്തമാനമില്ലല്ലോ ഇപ്പോ. അതുപോലെ വിസ്മൃതിയിൽ അണ്ടുപോകും അവർ. അനുവദിച്ചുകൂടാ. വിസ്മൃതിയിൽ അണ്ടുപോകരുത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ മരണങ്ങളും ജീവിതങ്ങളും ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ ഇങ്ങനെ താമസിപ്പിക്കുന്നത് നിങ്ങൾ ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുനരധിവാസമാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ. പുനരധിവാസം. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം സംസ്ഥാന കമ്മിറ്റി അതിനു വേണ്ടി വിശാലമായ സുരക്ഷിതമായ സ്ഥലം സ്വന്തമാക്കി കഴിഞ്ഞു. അവിടെ ഈ ആളും ബഹളവും ഒക്കെ ഒടുങ്ങിയിട്ട് നന്നായി പഠിച്ച് ഒരു ശരിക്കും അതിലൊരു എന്താ പറയാ, അതിന്റെ ഒരു സെൻസസ് പോലെ തന്നെ പഠിച്ചിട്ട് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. വീടുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. ഒരു 8-10 ലക്ഷം ഉറുപ്പിക വേണ്ടി വരില്ലേ ഒരു വീടിന്? വേണം.
10 ലക്ഷം രൂപ കണക്ക് കൂട്ടിക്കൊള്ളൂ. അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കണം. അവരുടെ സംരക്ഷണം നമ്മൾ ഏൽക്കണം. അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് ചികിത്സ നൽകണം, വേണ്ടതൊക്കെയും നൽകണം. ഭീമമായൊരു തുക ആവശ്യമുണ്ട്. നേരെ ഫീൽഡിലെത്തുന്ന ഒരു നിധിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് നീട്ടുന്നു. ഇന്ന് ഒരൊറ്റ കുട്ടിയില്ലാതെ കയ്യിലുള്ളത് കൊടുത്തു പോകണം. അല്ലെങ്കിൽ ഒരു QR കോഡ് പതിച്ചിട്ടുണ്ടാവും അപ്പുറത്ത്. ആ QR കോഡിൽ നിങ്ങളുടെ GPayയിലൂടെയെങ്കിലും ഡൊണേഷൻ ഇട്ട് പോകണം. അതിനുള്ള സംവിധാനമുണ്ട്. പ്രേ ആൻഡ് പേ ഫോർ വയനാട് എന്നതാണ് ഇന്നത്തെ മുദ്രാവാക്യം. പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം പോരാ, അവർക്ക് വേണ്ടി നമ്മൾ പണമൊഴുക്കുക കൂടി വേണം എന്ന് വളരെ വിനീതമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനെ സാധാരണ ഒരു ഫണ്ട് പിരിവ് പോലെ കാണരുത്. അതിന് നന്നായി ഒരുങ്ങിയ ഒരു സംവിധാനമാണ് നിങ്ങളോട് കാശ് ചോദിക്കുന്നത്. ആധികാരികമായി പറയട്ടെ, നന്നായി ഒരുങ്ങിയ സിസ്റ്റമാറ്റിക്കായി കൃത്യമായി ഒരു കാശ് പുറത്തു പോവാതെ എത്തും എന്നൊരു സംവിധാനം നിങ്ങളോട് ധൈര്യമായി ചോദിക്കുന്നു. കാശ് തരൂ എന്നോ മറ്റുള്ള സംഗതികളൊക്കെ മാറ്റിവെച്ച് നമ്മൾ അതിന് ചെയ്യണം എന്ന് വളരെ വിനീതമായി ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ICUവിലുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞുമോൾക്ക് ബാധിച്ച എല്ലാ അസുഖങ്ങളും സമ്പൂർണമായി ശിഫയാക്കിയിട്ട് ഭാവിയിൽ അവരുടെ കുടുംബത്തിനും നമുക്കുമൊക്കെ ഉപകരിക്കുന്ന രൂപത്തിൽ തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിയമങ്ങൾ സമ്പൂർണമായി അനുസരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ നന്നായി നിർവഹിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ചേർക്കണം എന്ന് പറഞ്ഞ ബന്ധങ്ങളൊക്കെയും നന്നായി ചേർക്കുകയും അവയിലൊന്നും വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വിശ്വാസികളായി മുന്നേറാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ ആ പരീക്ഷണങ്ങളായി കാണാൻ അജബല്ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരം എന്ന് പറഞ്ഞ പോലെ അതിന് നന്നായി ക്ഷമിച്ചുകൊണ്ട് അത് സ്വർഗലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംഭവത്തിൽ ജീവഹാനി സംഭവിച്ചു പോയവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസിയായ ആളുകൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നാട് തിരിച്ചു പിടിക്കാനും അതിന് പകരം മറ്റൊരു പ്രദേശം, മറ്റൊരു ഗ്രാമം, സുന്ദരമായ ഗ്രാമം മാറ്റിപ്പണിത് കൊടുക്കുവാനും ഒന്നിച്ചൊരുമിച്ച് മാറ്റിപ്പണിത് കൊടുക്കുവാനും ആ ശ്രമത്തിൽ പങ്കാളികളാവാൻ ഉള്ള ഹൃദയവിശാലതയും തോന്നിച്ചയും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞങ്ങളെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വിധേയരാക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ ദുശ്ചെയ്തികളും ഞങ്ങളുടെ അവിവേകവും നീ പുറത്തു തരണമേ തമ്പുരാനെ. ഈ ദുരന്ത ഭൂമിയിൽ സേവനമർപ്പിക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തകർ, അതുപോലെ നമ്മുടെ ആർമി, അതുപോലെയുള്ള സംവിധാനങ്ങൾ, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ജനനായകന്മാർ, അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും അവർ അർഹിക്കുന്ന രൂപത്തിലുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആ പുനരധിവാസത്തിന്റെ ഒരു ഭാഗമാവാൻ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അതിൻ്റെ ഒരു ഭാഗമാവാൻ പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ നാഥ. ഞങ്ങളിൽ മാനസികമായി കൈതുന്ന ആളുകൾക്ക്, വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ.